nishiskitchenvlogs സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നോമ്പുതുറക്ക് മലബാർ കണ്ണൂർ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇതിന്റെ പേര് അലീസ. കണ്ണൂർ ഭാഗത്ത് അലീസ എന്ന് പറയും, ഇവിടെ ഹരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതും ഏകദേശം ഒരുപോലെ തന്നെ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 200 ml കപ്പിന് 1 കപ്പ് മുഴുവൻ ഗോതമ്പ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 4 മണിക്കൂർ കുതിർത്ത് വെക്കാം. കുതിർത്ത് വെച്ച ഗോതമ്പ് 4 മണിക്കൂറിന് ശേഷം വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ 4 മണിക്കൂർ കുതിർത്ത് വെക്കുന്നത് 5 or 6 മണിക്കൂറായാലും കുഴപ്പമില്ല. ഇതിന് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കാം. ഞാനിപ്പോ ഈ ഗോതമ്പ് അളന്ന അതേ കപ്പിന് 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനൊരു 3 കഷ്ണം ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്ത് നീളത്തിൽ മുറിച്ചതും 2 അല്ലി വെളുത്തുള്ളി മുറിച്ചതും 2 ഗ്രാമ്പും 2 ഏലക്കയും 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി തീ കത്തിച്ച് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് വെയിറ്റിട്ട് വേവിച്ചെടുക്കാം. എന്റെ കുക്കറിൽ 2 വിസിൽ വരുമ്പോൾ തന്നെ വേവും. ഞങ്ങളെ കുക്കറിന് വേവിനനുസരിച്ച് എത്ര വിസിൽ വരേണ്ടത് നോക്കിയിട്ട് വേണ്ട പോലെ ചെയ്യാം. ഇപ്പോ ഗോതമ്പും ചിക്കനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഗോതമ്പ് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ ഭാഗത്തിനാവണം. ഒരിക്കൽ പോവാൻ വെച്ചിട്ട് നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും പോവാൻ വെക്കാം. ഇനി ഇതിൽ നിന്ന് ചിക്കന്റെ പീസ് പുറത്തേക്ക് എടുക്കാം. ഇനി ഈ ചിക്കന്റെ എല്ല് മാറ്റി അതിന്റെ ഫ്ലഷ് മാത്രം എടുക്കാം. ചിക്കന്റെ എല്ല് മാറ്റി ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഗോതമ്പ് വേവിച്ചതിന്റെ കൂടെ തന്നെ ചേർക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിൽ നിന്ന് പകുതി എടുത്ത് മിക്സിയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. പകുതി എടുത്ത് ഞാൻ ചൂട് കുറയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിന് കുറച്ച് സെക്കൻഡ്സ് അടിച്ചെടുക്കാം. അധികം നൈസായിട്ട് അരയണ്ട. ഇതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് അടുപ്പത്ത് കുക്കറിലേക്ക് ഇടാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം തീ കത്തിച്ച് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാൽ ഒഴിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇതിന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇതിപ്പം തേങ്ങാപ്പാലും നെയ്യും ചേർത്ത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അധിക സമയം തിളക്കണ്ട. തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യൽ അലീസ റെഡിയാണ്. ഇതിന് ഒരു ബൗളിൽ സെർവ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിടണം. അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് വലിപ്പം കുറഞ്ഞൊരു സവാള നേർത്തതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി ഫ്രൈ ചെയ്യാം. ഉള്ളിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് 2ആയി പിളർന്നത് ചേർക്കാം. വീണ്ടും ഇളക്കി ഫ്രൈ ചെയ്യാം. അണ്ടിപ്പരിപ്പും ഫ്രൈ ആയി വരുമ്പം ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇളക്കി ഫ്രൈ ചെയ്യാം.
ഇപ്പോ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എല്ലാം പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് അലീസയിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.